ഹലോ, എന്താണ് എല്ലാവരും ഇത്രയുടെ പച്ചയുടെ തിരക്കിലായിരിക്കും അല്ലേ? ആ തിരക്കിനുള്ളിൽ നമുക്ക് കുറച്ച് ഇഞ്ചിമുളി ഉണ്ടാക്കിയാലോ? ഇഞ്ചിമുളിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഇഞ്ചി ചെറുതായിട്ട് കുരുകുരുന്ന് അരിഞ്ഞതാട്ടത്, പിന്നെ വെള്ളം, പുളി, വാളംപുളി നന്നായിട്ട് കുറുകുറുന്ന് പിഴിഞ്ഞ് വെച്ചിരുന്നു, വെള്ളം, പിന്നെ ഉള്ളി, കരിയാപ്പില. ഇനി നമുക്ക് ഇഞ്ചി വറുത്തിട്ടാണുള്ളത്. എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വെളിച്ചെണ്ണ ചൂടായി. അപ്പൊ നമുക്ക് ഈ ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇഞ്ചി നന്നായി മൂത്ത ഒരു ബ്രൗൺ കളർ വന്നു. പക്ഷെ ഇത് അധികം മൂത്ത ഇഞ്ചി അല്ലേ, നമ്മുടെ പറമ്പിൽ പറിച്ചതാണ്. അപ്പൊ അധികം മൂത്തിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇഞ്ചി ആയി തന്നെ അല്ല, ഇതിനൊരു ഇച്ചിരി എരിവ് കുറയുകയും ചെയ്യും. അപ്പൊ ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് പൊട്ടി നമുക്ക് ഇതിലേക്ക് ഉള്ളിയും കരിയാപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി കൊടുത്താൽ മതി. ഒരു 3/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കായംപൊടി, ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ശർക്കര പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇതാക്കി. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഞ്ചിമ്പുളി നന്നായി കുറുകി പറ്റി കാണുമ്പോ തന്നെ നല്ല, നമുക്കിപ്പൊ തന്നെ കഴിക്കാൻ തോന്നില്ലേ? ഓണസദ്യ ഇപ്പൊ തന്നെ തോന്നൂല്ലേ? എന്നാ പിന്നെ ഇനി നമുക്ക് ഇനി എന്താ വേണ്ടേ? നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ എല്ലാവർക്കും കൂടെ? അപ്പൊ പിന്നെ നമുക്ക് ഇഞ്ചിമ്പുളി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? കൊതിയാവുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ, നല്ല മധുരണ്ട് അല്ലേ? സൂപ്പർ അല്ലേ? നോക്കി, മധുരം, പുളിയുണ്ട്, മധുരം. അപ്പൊ എല്ലാരും ഓണത്തിന് ഇഞ്ചിമ്പുളി ഉണ്ടാക്കണം. ഇഞ്ചിമ്പുളി ഇല്ലാണ്ട് എന്തോ ഓണം. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഞങ്ങളുടെയൊക്കെ അഹം കഴിഞ്ഞവര് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഷുഗർക്കൊന്നും കൊടുക്കരുത് കേട്ടോ.